ഇപ്പോൾ ഹോളിവുഡിലൊക്കെ തിരക്കഥാകൃത്തുകളൊക്കെ സമരം ചെയ്യുന്നുണ്ട്. കാരണം തിരക്കഥ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതല്ല സർഗാത്മകത എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ തന്നെയാണെങ്കിൽ ആദ്യം സർഗാത്മകതയെക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെ കാര്യമായിട്ടില്ല. അല്ലേ മോന? എം ടിയുടെ 2 പുസ്തകമുള്ളൂ. എം ടിയുടെ കാതികൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞ കൊച്ചു പുസ്തകം, വേറൊരു പുസ്തകം, ആ 2 പുസ്തകമുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരു ആന്റണി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരാളുടെ ഡൈനാമിക്സ് ഓഫ് ക്രിയേഷൻ എന്നൊരു പുസ്തകം കുറേ വർഷം മുമ്പ് വായിച്ചു. പിന്നീട് ഒരിക്കൽ എം ടിയോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മൂപ്പര് അത് വായിച്ചിട്ടില്ല. അത് എഴുതിയെടുത്തു മൂപ്പര്. അത് എം ടി വായിക്കാത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അത് യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തുള്ള ചില കാര്യങ്ങൾ വളരെ നെഗറ്റീവായിട്ടും കൂടെ വരുന്നുണ്ട്. അതായത് ഒരു സൈക്കിക് പേഴ്സണാലിറ്റി എന്നുള്ളൊരു നിർവചനം വരെ കൊടുക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റിക്ക്. പക്ഷെ അത് വളരെ പോസിറ്റീവായ ധനാത്മകമായ അർത്ഥത്തിൽ വരുമ്പോഴാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നത്. സാഹിത്യത്തിലാണെങ്കിലും ചിത്രകലയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത്. അതായത് ഭാവനയുടെ ഒരു വലിയ ഉത്സവമാണ് സർഗാത്മകത എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പിക്കാസോ തന്നെയാണെങ്കിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 12 വയസ്സ് വരെ റംബ്രാൻഡിനെ അനുകരിച്ചാണ് വരച്ചിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ലൈക്ക് എ ചൈൽഡ് എന്നാണ് പറയുക. നല്ലൊരു സംഭവം അത്. ഒരു കുട്ടിയെ പോലെ ഞാൻ വരച്ചു തുടങ്ങി എന്ന് പറയും. ഇപ്പം നമ്മുടെ ആദിത്യ കൃഷ്ണനാണെങ്കിൽ ഉജ്ജ്വല ബാല്യം ലഭിച്ച ആളാണ്. ഈ ബാല്യം കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നേട്ടമായ കാര്യം. എവിടെ വെച്ച് ആ ബാല്യം മനസ്സിൽ നിന്ന് പോകുന്നുവോ അപ്പോഴാണ് അയാൾക്ക് പ്രായമാകുന്നത്. അത് അപ്പോഴേ പ്രായമാവും. ആ ബാല്യത്തെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ അർത്ഥം ലോകത്തെ എന്നും പുതുമയോടുകൂടി നോക്കിക്കാണാനും എന്ത് കാര്യത്തെയും വ്യത്യസ്തമായി കാണാനുമുള്ളൊരു കഴിവാണ് ബാല്യം. അതുകൊണ്ട് അവിടെ പ്രസിദ്ധമായ കവിത ഉണ്ടല്ലോ വേഡ്സ്വർത്തിൻ്റെ, അതെ അല്ലേ? അതായത് വെൻ ഐ ബിഹോൾഡ് എ റെയിൻബോ മൈ ഹാർട്ട് ലീപ്പത്ത് എന്ന് പറയുന്നത്. ഞാനൊരു മഴവില്ല് കാണുമ്പോൾ എൻ്റെ ഹൃദയം, മനസ്സ് കുതിക്കുന്നു, തുള്ളിച്ചാടുന്നു. അങ്ങനെ തുള്ളിച്ചാടാതെ വരുമ്പോൾ ഐ ആം എ ഡെഡ് മാൻ എന്നാണ് വേഡ്സ്വർത്ത് പറഞ്ഞു. ഞാനൊരു മരിച്ച മനുഷ്യനാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരി ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ എന്നുള്ള പ്രസിദ്ധമായ വരി. അപ്പോൾ ഇതിന് ചില ആൾക്കാരൊക്കെ കുട്ടിയെന്നൊരു അച്ഛനുണ്ടാകുന്നു, അച്ഛൻ കുട്ടിയാവുന്നു എന്നൊക്കെ. അതല്ലല്ലോ യഥാർത്ഥം. ആ ചൈൽഡ് എന്നുള്ള വാക്കിന് പകരം ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നിടുക. ഫാദർ എന്നുള്ളതിന് ക്രിയേറ്റർ എന്നിടുക. ഓഫ് ദി മാൻ, അപ്പം മനുഷ്യൻ്റെ സൃഷ്ടാവ് സർഗാത്മകതയാണെന്ന് വരും. പുതിയതായി നോക്കിക്കാണാനുള്ള കഴിവ്. അപ്പം ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ച ചില രസകരമായ കാര്യങ്ങളിൽ ചിലതൊക്കെ ഞാൻ ഓർക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും പ്രായമായെങ്കിലും വയസ്സായിട്ടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. അപ്പോൾ എന്നാലും ഓർക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു കസേര കൊടുത്താൽ, ഇത് കൈയുള്ള കസേരയാണെങ്കിൽ ആ കുട്ടി ആ കൈയുടെ ഇടയിൽ കൂടെ കയറാൻ നോക്കും. അത് കുട്ടിക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല എന്നാണ് ഈ ഗ്രന്ഥകർത്താവ് പറയുന്നത്. കുട്ടി മറ്റൊരു മാർഗം നോക്കുക എന്നാണ് പറയുന്നത്. ചിലപ്പോൾ കുട്ടി ആ കസേര മലത്തിയിട്ടിട്ട് അതിന് നടുക്ക് കയറിയിരിക്കും. ഒരു ടീപ്പോയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി നിശ്ചയമായിട്ട് തട്ടിക്കളഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പേടിക്കണം എന്നാണ് പറഞ്ഞത്. കുട്ടിയല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ചിട്ട തെറ്റിക്കണം. ഇതാണ് സർഗാത്മകത. അതുകൊണ്ട് അദ്ദേഹം 2 നിർവചനം പറയുന്നുണ്ട് രസകരമായിട്ട്. അതായത് ഇത് ഞാൻ കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് ആദിത്യ കൃഷ്ണനായിട്ട്. അതായത് ടു മേക്ക് ആൻ ഓർഡർ ഇൻ എ ഖയോസ് എന്നാണ് ഒരു നിർവചനം. ഒരു ഓർഡർ ഉണ്ടാക്കുക. ഏതിൽ? ഒരു അലങ്കോലത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കുക. മറ്റേ നിർവചനം ടു മേക്ക് എ ഖയോസ് ഇൻ ആൻ ഓർഡർ എന്നാണ്. അതായത് ഒരു ചിട്ടയിൽ ഒരു അലങ്കോലം ഉണ്ടാക്കുക. ഇത് രണ്ടും സർഗാത്മകതയാണെന്നാണ് ഈ മഹാനായ ആന്റണി സ്റ്റോർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്. ഇത് രണ്ടും സർഗാത്മകതയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും ജീവൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുന്ന വിധത്തിലാവുമ്പോഴാണ് അത് ശരിക്കും സർഗാത്മകതയാവുന്നത്. ഇപ്പോൾ ഹിരോഷിമയിൽ സംഭവിച്ചത് നമുക്കറിയാം. ഒരു ഖയോസ് ഇൻ ആൻ ഓർഡറാണ്. ലക്ഷക്കണക്കിന് ജീവനുകളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഖയോസാണ് ഉണ്ടാക്കിയത്. അതിനെ നമ്മൾ സർഗാത്മകത എന്ന് വിളിക്കുന്നില്ല.
അതിൻ്റെ ബേസിക് ആയ സംഗതി E=mc² എന്ന് ഐൻസ്റ്റീൻ പറയുമ്പോൾ അതിനെ നമ്മൾ സർഗാത്മകത എന്ന് വിളിക്കും. കാരണം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ചെറിയ കവിതയാണത്. വെറും 3 അക്ഷരങ്ങളുള്ള കവിത. അതിൽ ആ ഇയും എമ്മും സിയും വിശദീകരിക്കാൻ പറ്റിയാൽ സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന ഒരു കവിതയാണത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് പോയിട്ടുണ്ട് ഫിസിക്സ് മുമ്പോട്ട്, ക്വാണ്ടം ഡൈനാമിക്സിലേക്കൊക്കെ വരും. എങ്കിലും ഈ ചിട്ടയിൽ അലങ്കോലം ഉണ്ടാക്കലും അലങ്കോലത്തിൽ ചിട്ട ഉണ്ടാക്കലും എല്ലാ സർഗാത്മക പ്രക്രിയയിലും നടക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കാപ്പി മരത്തിലൊക്കെ കയറി ഇരുന്നിട്ട് ചില കുട്ടികൾ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കും. അവർ ഭയങ്കര സ്പീഡിലുള്ള റോഡിൽ കൂടെ പോകുന്നത്, ഭയങ്കര ജനനിബിഡമായ റോഡായിട്ടാണ് അവർ ആ കാപ്പി മരത്തെ അതിൻ്റെ മുൻവശത്തെ കാണുന്നത്. അപ്പോൾ ആ കാപ്പി മരത്തിൻ്റെ ഒരു കമ്പെ പിടിച്ചിട്ട് സ്റ്റിയറിങ് തിരിച്ച് ഭയങ്കര ബ്രേക്കൊക്കെ ചവിട്ടി അവർ പോണ കാണാം. ഇങ്ങനെ ചെയ്താൽ അപ്പോൾ കുട്ടി പ്രായമായ ഒരാളത് ചെയ്യുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് തലയ്ക്ക് സ്ഥിരമില്ല എന്ന് പറയും. അപ്പോൾ തലയ്ക്ക് സ്ഥിരമില്ലായ്മയും സർഗാത്മകതയും തമ്മിൽ ചെറിയൊരു ബോർഡറേ ഉള്ളൂ, ചെറിയൊരു വര. അതിൻ്റെ അപ്പുറം ഇപ്പുറയാണ് കിടക്കുന്ന സംഭവം. പക്ഷേ അത് മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോയത് അതാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി രേഖപ്പെടുത്താത്ത ചരിത്രത്തിൽ മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്താണ് എന്നുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ഒരു പക്ഷേ ഇര തേടാനുള്ള ആയുധമായിരിക്കാം. അത് അതിജീവനത്തിന് വേണ്ടിയാണ്. അതൊരു കൂർത്ത എല്ലായിരിക്കാം, പിന്നീട് അത് കുന്തമായി. അന്ന് ഉദ്ദേശിച്ചിരുന്നത് സഹോദരനെ കൊല്ലാൻ വേണ്ടിയല്ല. പരിഷ്കൃതനായപ്പോഴാണ് ഇത് സഹോദരനെ കൊല്ലാനും ഉപയോഗിക്കാം എന്ന് മനസ്സിലായത് കൊണ്ടാണ് നെതന്യാഹു ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ വ്യത്യാസം. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തിരിക്കാം. 30,000 വർഷം മുമ്പുള്ള ഗുഹകളിൽ തന്നെ ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആ ചിത്രങ്ങൾ അവർ വേട്ടയാടുന്ന മൃഗങ്ങളുടെയാണ്. ആ ചിത്രങ്ങൾ വേട്ടയാടുന്ന മൃഗങ്ങളുടെ ചിത്രമാണ് ആദ്യം വരയ്ക്കുന്നത്. ഇത് സർഗാത്മകതയുടെ ഭാഗമാണ്. ഇപ്പം ഞാൻ തന്നെ ആദ്യകാലത്ത് കഥയൊക്കെ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 63-ലാണത്. അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ കുറച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. MTയുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. ഈ മറ്റേ നമ്മുടെ ഈ ചെറുകാടിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. കുറച്ച് കഥ ബഷീറിൻ്റെ അങ്ങനെയൊക്കെയുള്ള പരിചയമൊക്കെ ഉള്ളൂ. ഇത് വെച്ചിട്ടൊരു കഥ എഴുതിയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ അയക്കണത്. വിഡ്ഢികളുടെ ധൈര്യം എന്നൊക്കെ പറയുമല്ലോ, വിവരമില്ലായ്മയുടെ ധൈര്യം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ അയച്ചത്. കാരണം അന്ന് മൂവാറ്റുപുഴ, അവിടെയാണ് നമ്മുടെ സ്ഥലം. അവിടെ എനിക്കൊരു നാടില്ലാത്ത ഒരാളാണ് ഞാൻ വെറുതെ ഒരു നാട് വേണമല്ലോ, അത് ആരെയും ചോദിച്ചാൽ മൂവാറ്റുപുഴ എന്ന് പറയും. അപ്പോൾ 40-48 സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് റെയിൽവേയിൽ ജോലിയായി പോയതിന് ശേഷം. അപ്പോൾ ഞാൻ ഇത് അയക്കുന്നതിൻ്റെ കൂടെ ഒരു ഇൻലൻഡും കൂടെ വെച്ചു ഈ കഥയുടെ കൂടെ. അപ്പോൾ അന്നത്തെ അഡ്രസ്സ് MK ഗോപിനാഥൻ എന്നാണ് എൻ്റെ അഡ്രസ്സ്. ആ പേരിലാണ് ആദ്യത്തെ കഥ മാതൃഭൂമി വന്നത്. ഇത് അയച്ചപ്പോൾ തൊട്ട് നമുക്ക് പരിഭ്രമം തുടങ്ങി. അപ്പോൾ പിന്നെന്താ വഴി, ദിവസം പോസ്റ്റ് ഓഫീസിൽ പോയി നിൽക്കുക, ഇത് വരണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു 1.5 ആഴ്ച നിന്നപ്പോഴത്തേക്ക് ഈ പോസ്റ്റ് വാങ്ങി കവർ തന്നു. കഥ അയച്ച കഥയിട്ട കവർ തന്നു. കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വലിയ നെഞ്ചിടിപ്പുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇൻലൻഡ് തന്നു. ആ ഇൻലൻഡ് തന്നതോട് കൈ വരച്ചു തുടങ്ങി. ഇത് വീട്ടിൽ പോയിരുന്ന് വായിക്കാൻ മാത്രം അതിൽ കൂടുതൽ പരിഭ്രമമുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഒരു ആൽത്തറയുണ്ട്, അവിടെ പോയിരുന്നിട്ട് ഇത് പൊട്ടിച്ച് വായിച്ചപ്പോൾ ഒരു ഇൻലൻഡ് ഫുള്ളായിട്ട് എഴുതിയിരുന്നു നമുക്ക്, MT. ഇന്നും എൻ്റെ ഈ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു കത്താണ്. അതായത് ഇത്രയും വർഷങ്ങൾ, 61 വർഷത്തിന് ശേഷവും ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മോഹനെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ പ്രിയപ്പെട്ട ഗോപിനാഥൻ എന്ന് തുടങ്ങുന്ന ആ കത്ത് വളരെ പ്രോത്സാഹനജനകമായിരുന്നു. ഒരു കണക്കിന് കഥയുടെ ചില മർമ്മങ്ങൾ ആ കഥയിലുണ്ട്, ആ കത്തിലുണ്ട്. ഞാൻ സീതാന്വേഷണം എന്ന് പറഞ്ഞൊരു കഥ അയച്ചത്. അപ്പം മൂപ്പര് പറഞ്ഞു, ഈ കഥ എഴുതിയ രീതി നന്ന്, ഇതിലെ കഥാപാത്രങ്ങൾ നന്ന്, പക്ഷേ ഈ കഥയുടെ പരിണാമം എനിക്ക് എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ വായനക്കാരന് ഹിതകരമായില്ല. ഈ പ്രമേയം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണല്ലോ, ഒരു പ്രേതം വന്നിരുന്ന് താളം പിടിക്കുന്നതൊക്കെയാണ് വായിച്ചിട്ടുള്ളതാണല്ലോ. ഈ അമ്മ്യാരെയും ഈ ചായക്കടയും ആ കഥാപാത്രങ്ങളെയൊക്കെ നന്നായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നല്ല കഥകൾ എഴുതാൻ കഴിയും എന്നൊരു വാചകമുണ്ട്. സത്യത്തിൽ ആ വാചകമാണ് ഒരുപക്ഷെ എന്നെ കഥാകൃത്താക്കിയത്. അല്ലെങ്കിൽ തികഞ്ഞ വിപരീതമായ പരിസ്ഥിതിയിലാണ് ഞാൻ ജീവിച്ചത്. റെയിൽവേ എന്ന് വെച്ചാൽ കഥ എഴുതാൻ സമ്മതിക്കുന്ന ഒരു സംഭവമല്ല, ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അതായത് ഭയങ്കര പിരിമുറുക്കം, ഈ വണ്ടികൾ പോകുന്നതിനിടയ്ക്കൊക്കെ
ചിന്തിക്കുക, ചെറിയ കടലാസ് കഷ്ണത്തിന് എഴുതി വയ്ക്കുക, പിന്നെ റെസ്റ്റ് കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന് അത് എഡിറ്റ് ചെയ്ത് ചേർക്കുക. ഇങ്ങനത്തെ ഒരുപാട് പണികൾ വേണ്ടി വരും. അന്നൊക്കെ ഇതൊന്നും ഇല്ലല്ലോ, ഫോട്ടോസ്റ്റാറ്റിൽ അതൊന്നുമില്ല. കാർബൺ വെച്ചിട്ട് മുട്ടുസൂചി കുത്തിയിട്ട് എഴുതണം, എന്നിട്ട് ആ കാർബൺ കോപ്പി നമ്മുടെ വയ്ക്കും, എഴുതിയ കോപ്പി അയക്കും, ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് സൗകര്യം റെയിൽവേയിൽ, ഇപ്പോൾ ടി.ഡി. രാമകൃഷ്ണൻ റെയിൽവേയിലാണ് ഒന്നാന്തരം നോവൽ എഴുതി. അത് രാമകൃഷ്ണൻ റെയിൽവേ വിട്ടപ്പോൾ എഴുതണത്. റെയിൽവേയിലുള്ള സമയത്ത് എഴുതുന്നത് ഷിനിലാൽ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവൻ്റെ പണി ഇതാണ്, ടി ആണ്. ടി എന്ന് വെച്ചാൽ സുഖമായ പണിയല്ലേ. 3 ബോഗിക്കൊക്കെ ഒരു ടി പോകും. ഒരു തവണ ഇങ്ങനെ നടക്കും അവിടെ വരെ, പിന്നെ പുള്ളിക്കൊരു സ്ഥലമുണ്ട്, അവിടെ പോയിരിക്കും. വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആലോചിക്കാം, സ്റ്റേഷൻ മാസ്റ്റർക്കാതൊന്നും പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർമാരിൽ അധികം പേര് ഈ എഴുത്തിലേക്ക് വന്നില്ല. പക്ഷെ അന്നേരമൊക്കെ എന്നെ സഹായിച്ചത് ഈ കത്താണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ കത്തിൻ്റെ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. സൂക്ഷിച്ച് കുറേ കത്തുകളെ എൻ്റെ കയ്യിലുള്ളൂ. പലരുടെയും കത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും യതിയുടെ കത്തുണ്ട്, നമ്മുടെ MS മേനൻ്റെ കത്തുണ്ട്, പിന്നെ അതുപോലെ ONV കത്ത്, അങ്ങനെ ചില കത്തുകളേ ഉള്ളൂ. ഇത് 61 വർഷമായിട്ട് കത്തുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രചോദനങ്ങൾ വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ തൊഴിൽ, നമ്മുടെ ജീവിത പരിസ്ഥിതി, നമ്മൾ ഇടപഴകുന്ന മനുഷ്യർ, ഇതെല്ലാം നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നിശ്ചയമായിട്ട്. ഇപ്പോൾ MT ആണ് ഒരുപക്ഷെ മലയാളത്തിന് ആദ്യമായിട്ട് മാർക്വീസിനെ പരിചയപ്പെടുത്തുന്നത്. 100 Years of Solitude വായിച്ച അദ്ദേഹം എഴുതുകയാണ്. ഹെമിംഗ്വേയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ MT ആണ്. അത് ഒന്നാന്തരം കഥാകൃത്തുക്കളല്ലേ അവരൊക്കെ. അപ്പം അങ്ങനെയുള്ള മാസ്റ്റർ ക്രിയേഷൻസ് നമ്മൾ വായിക്കണം. ഇപ്പോഴും കാരൂരിൻ്റെ പൊതിച്ചോറും അതിലും ഗംഭീരമായിട്ട് മരപ്പാവുകൾ, എല്ലാം മരപ്പാവുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ വായിക്കാവുന്ന കഥയാണ്. വലിയ സൈക്കിക്കായിട്ടുള്ള കഥയാണ് മരപ്പാവുകൾ. അങ്ങനെ ഉള്ള എഴുത്ത് അവരെ നമ്മൾ വായിച്ചിരിക്കുന്നത് ഒരാവശ്യമാണ്. അത് കാരണം നമ്മളിങ്ങനെ നമ്മുടെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ അത് സഹായിക്കും. ബഷീറിൻ്റെ കഥ, ബഷീർ പിന്നെ നമുക്ക് അനുകരണീയനല്ല, ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടാത്ത പാർട്ടിയാണ്. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണല്ലോ ബഷീർ. പക്ഷെ MT, ഉറൂബ്, അങ്ങനെയുള്ളവരെ, കാരൂര്, ഇവരെയൊക്കെ നമ്മൾ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അവരുടെ രീതി അനുകരിക്കാനല്ല, നമ്മളിലെ കഥാകൃത്തിന് പറ്റിയ ഒരു പാത നമുക്ക് വെട്ടിത്തെളിക്കാൻ സഹായിക്കും അവർ. നമ്മളെ എക്യൂപ്പ് ചെയ്യാന്ന് പറയില്ലേ, നമുക്ക് ചില ഉപകരണങ്ങൾ കിട്ടും, ചില കണ്ണടകൾ, അത്യാവശ്യത്തിന് പിക്കാസ്, മമ്മട്ടിയൊക്കെ കിട്ടും അവരുടെയൊക്കെ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വഴി തെളിയിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണല്ലോ. അപ്പം ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാറൽ മാർക്സ് അങ്ങനെ ഒരു ഏറ്റവും വലിയ ക്രിയേറ്ററാണ് അദ്ദേഹം. ഒരു പക്ഷേ നമുക്ക് ഐൻസ്റ്റീൻ്റെയും ഫ്രോയിഡിൻ്റെയും ഒക്കെ ഒപ്പെടുക്കാവുന്ന ആളാണ് മാർക്സ്. ജീവിതത്തെ മാറ്റി എഴുതിയ അദ്ദേഹം. ഇപ്പോഴും ആ എഴുത്ത് പൂർണ്ണമായിട്ട് നടപ്പിലായിട്ടില്ല, പക്ഷെ നടപ്പിലാവും ഒരു ദിവസം. അത്ര വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ നോക്കി കാണാൻ, നേരത്തെ നമ്മൾ ക്രിയേറ്റിവിറ്റി പറഞ്ഞ പോലെ മറ്റൊരു രീതിയിൽ നോക്കി കാണാൻ ശ്രമിച്ചതാണ്. മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു വാചകം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു എൻസെമ്പിളാണ്, ഒരു സമാഹാരമാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ എഴുതുമ്പം നിശ്ചയമായിട്ടും നമ്മളിൽ കൂടെ എഴുതിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, +2 പഠിക്കുന്ന പയ്യൻ, ഹെഡ് മാസ്റ്ററെ വെളിയിൽ കിട്ടിയ തട്ടിക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കത്തുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ശാരദക്കുട്ടി മാതൃഭൂമിയിൽ എഴുതി. മാതൃഭൂമി നമ്മൾ ആ കുട്ടിയുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്, അധ്യാപകരുടെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം സ്കൂൾ കുട്ടികൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഫോൺ എന്നാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഫോൺ കയ്യിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സ്ഥിതി, ലോകം കിട്ടുകയെന്നാണ്. ഇത് സംസാരിക്കാനുള്ള സാധനമല്ലോ. പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഗൂഗിൾ ഡോക്സ് ഉണ്ട്, സംസാരിക്കുന്നത് നേരിട്ട് ലിപികളിലേക്കാക്കി മാറ്റും. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം. ഇങ്ങനെ കുട്ടികളിങ്ങനെ മതിക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇവരുടെ പല സാമൂഹ്യ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വീടിനുള്ളിൽ അമ്മ ഫോൺ നോക്കിയിരിക്കുന്നു, അച്ഛൻ ഫോൺ നോക്കിയിരിക്കുന്നു, ചേച്ചി ഫോൺ നോക്കിയിരിക്കുന്നു, കുട്ടിയും ഫോൺ നോക്കിയിരിക്കുന്നു, മിണ്ടുന്നില്ല. വീട്ടിനുള്ളിൽ സംസാരിക്കുന്നില്ലല്ലോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല.
ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളിൽ വലിയ വിടവുകൾ വന്ന ഒരു സമയമാണിത്. അത് സ്കൂൾ ടീച്ചർമാർക്ക് ശരിക്കും മനസ്സിലാവുണ്ടാവും, കോളേജ് അധ്യാപകർക്ക് അത്രയും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി ആ സമൂഹം നമ്മളിൽ അത് കുറേ അധികം നമ്മുടെ ഈ കഥകളിൽ കാണാം. ആ സമൂഹത്തിനുണ്ടാകുന്ന വലിയ ശൈഥില്യം ആദികൃഷ്ണൻ്റെ കഥകളിൽ, ആ ശൈഥില്യത്തിൻ്റെ ഭാഗമാണ് ഇതിനകത്ത് ഈ വേഗതയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊസൈക്ക് ഫോമും ഒക്കെ വരുന്നത് ആ ശൈഥില്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലങ്കോലത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കാനുള്ള ശ്രമവും ആ കൂട്ടത്തിൽ ആവശ്യമാണ്. ഇപ്പം ജീവിതത്തെ അതിൻ്റെ വേഗതയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരോക്ഷമായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ കഥകളിൽ കൂടെ വരേണ്ടതുണ്ട്. കാരണം അതിനർത്ഥം നമ്മൾ പുറകിലോട്ട് പോകണമെന്നും ഗോമൂത്രം കുടിക്കണമെന്നൊന്നുമല്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ മനുഷ്യന്നുള്ള നിലയിലുള്ള നമ്മുടെ നിലനിൽപ്പിനെ ബലവത്താക്കുന്നത് സ്നേഹമാണ്. സ്നേഹവും ബന്ധങ്ങളാണ്. അത് ദുർബലമാകുമ്പോൾ നമ്മൾ മനുഷ്യരല്ലാണ്ടായിത്തീരാണ്. ആ സ്ഥിതിയാണ് കുട്ടികൾക്കിപ്പോൾ ഉണ്ടായിരുന്നത്, മനുഷ്യനല്ലാണ്ടായി തീരുന്ന സംഭവം. ഇപ്പം ഞങ്ങളുടെ മോള് തന്നെ അവൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അവൾ വന്ന് ദിവസവും എന്നോട് പറയാനുണ്ട് സ്കൂളിൽ നടക്കുന്ന പ്രശ്നം. ഒരു പീരീഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 25 മിനിറ്റ് ആ കുട്ടികളെ ഒതുക്കിയിരുത്താനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവരെ പഠിപ്പിക്കുന്നത് MN വിജയമാഷ ഉപന്യാസം. എന്ത് ഭീകരമായ ഒരു അവസ്ഥ അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയിൽ നമ്മുടെ ഭാഷയെക്കുറിച്ച് വലിയൊരു പരമ്പര വന്നല്ലോ. ഞാൻ ആ പരമ്പര കുറെ വായിച്ചു. ഇവരേത് ലോകത്താണ് ജീവിക്കണേ? ഈ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത്. 4ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് എല്ലാ അക്ഷരങ്ങളും അറിയാവുകയും കൂട്ടി വായിക്കാനും അറിയാമെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. അത് ശാസ്ത്രപരിഷത്ത് പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി. ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോയാലും ശരി, അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്ക് പോയാലും ശരി, എങ്ങനെയാണ് ശരി. 4ാം ക്ലാസ് കടക്കുന്ന കുട്ടിക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എത്ര കുട്ടികൾ കൂട്ടി വായിക്കാൻ അറിയാവുന്നു 4ാം ക്ലാസ്? ഇല്ല മോഹന. 10ാം ക്ലാസ് പിന്നെ എങ്ങനെ വായിക്കും? 10ാം ക്ലാസ്സിൽ വന്നിട്ടാണ് ഇപ്പം തിരക്ക് പിടിച്ച് 2 മാസം കൊണ്ട് എല്ലാവർക്കും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക. രാത്രി 8 മണി വരെ എടുക്കാൻ പോകുന്നത് ക്ലാസ്സുകൾ. നടക്കുന്ന കാര്യമാണോ? അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് നീളരുത് ഈ മീറ്റിംഗ് എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിറ്റൂർ എത്തണമല്ലോ, പിന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ. ഏതാണെങ്കിലും ഇവിടെ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് പോലെ തന്നെ എനിക്ക്. അതിന് കാരണം എത്രയോ വർഷം മുമ്പ് ഞാൻ ചെറുകാട് അവാർഡ് വാങ്ങിക്കാൻ സമയത്ത് അതിന് മുമ്പുള്ള ഒരു ബന്ധമാണ്. മോഹനാണെങ്കിലും ചിത്രഭാനുവാണെങ്കിലും ചിത്ര ടീച്ചറാണെങ്കിലും ഇവരൊക്കെ നമ്മുടെ സ്വന്തം വീട്ടുകാരുടെ കൂട്ടാണ്. പിന്നെ ഞാൻ സാഹിത്യ അക്കാദമിയിലായിരുന്നതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 5 വർഷം. പിന്നെ ശശി ഒക്കെ എനിക്ക് അങ്ങനെ ഒരു പരിചയമാണ് ഇവിടെ. ചെറുകാട് സ്മാരകമാണ് എനിക്കൊരു ഓർമ്മ, സബ്രീന ഹോട്ടൽ. ആദ്യ കാലത്ത് വന്നപ്പോഴേ എപ്പോഴും വന്നപ്പോൾ ഞാനും വിജയരാഘവനും കൂടെ ഈ സബ്രീന ഹോട്ടലിൽ ഒരു മുറിയിലായിരുന്നു ഇരുന്നത്, ചായ കുടിച്ചിട്ട്. കുറേ വർഷം, 40-40 വർഷം മുമ്പ്, 40-45 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും പെരിന്തൽമണ്ണ വരാനും നിങ്ങളെ കാണാനും സാധിച്ചതിനുള്ള സന്തോഷം. അതിന് കാരണക്കാരനായത് ആദികൃഷ്ണയാണ്, ആദികൃഷ്ണയുടെ പുസ്തകമാണ്. അപ്പോൾ ആ മുൻപോട്ടുള്ള പോക്കിന് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനൊരു പച്ചക്കൊടി കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, സന്തോഷം.